നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. രണ്ടുപേരും പോയി എന്നെ വിട്ടിട്ട് രണ്ടുപേരും പോയി. ആകെ എൻ്റെ ഫാമിലിയിൽ 40 പേര് പോയി. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രം രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മിക്ക ജില്ലകളിലും രാത്രി ആരംഭിച്ച മഴയ്ക്ക് ശമനമില്ല. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഇന്നും സംസ്ഥാനത്തുണ്ടാകും. എന്നാൽ സംസ്ഥാനത്ത് നാളെയോടെ മഴ കുറയുമെന്നാണ് പ്രവചനം. അതിനിടെ പമ്പ ഡാം തുറന്നതോടെ റാന്നിയും ആറന്മുളയും അതീവ ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി വിവിധ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും SS ശരൺ ചേരുന്നു. ശരൺ, എന്തായാലും ഇന്നും കനത്ത മഴ തുടരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നാളെയോടെ മഴ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത്. ശക്തമായ മഴ ഇന്നും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴയുടെ തീവ്രത കുറയുമെന്നുള്ള പ്രവചനവും വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെയോടുകൂടി സംസ്ഥാനത്തെ കനത്ത മഴയ്ക്ക് ശമനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും മിക്ക ജില്ലകളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് രൂപപ്പെട്ട് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഇന്ന് സംസ്ഥാനത്ത് പ്രകടമാകും. അങ്ങനെയെങ്കിൽ മഴ തീവ്രമാകാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഡാമുകളുടെ കാര്യത്തിലുള്ള ആശങ്കയും തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 8 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ പമ്പ ഡാം തുറക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 136 അടിയായി ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ കനത്ത ജാഗ്രതയാണ് വെച്ചു പുലർത്തുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഡാമുകൾ തുറക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മിക്ക ഡാമുകളിലെയും വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരു മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനമാണ്. അതായത് ജില്ലയിൽ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഓഗസ്റ്റ് 12 വരെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി ശരൺ. പത്തനംതിട്ടയിൽ നിന്നും VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ പമ്പ ഡാം കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. എങ്ങനെയാണ് നിലവിൽ ഈ റാന്നി, ആറന്മുള ഭാഗങ്ങളിലെയൊക്കെ ഒരു അവസ്ഥ? രജനി, 926 അടിയാണ് പമ്പ ഡാമിന്റെ സംഭരണശേഷി. 923 എന്ന നിലയിലെത്തിയപ്പോഴാണ് ഡാം തുറന്നത്. നേരത്തെയൊക്കെ നമുക്ക് 2018-ലും 2019-ലെയും സാഹചര്യങ്ങൾ അറിയാവുന്നതാണ്. വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റാന്നി പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ തന്നെയും. എങ്കിലും ഇപ്പോൾ അതിൽ വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഡാം 2 അടി തുറന്നെങ്കിൽ കൂടി വെള്ളം കയറുന്ന സാഹചര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കടൽക്ഷോഭം നിൽക്കുന്ന ഒരു സമയമാണ്, വേലിയേറ്റത്തിന്റെ സമയമാണ്. ജലം ഒഴുകിപ്പോകുന്ന ഒരു തടസ്സമുണ്ട്. എങ്കിൽ തന്നെയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോഴും റാന്നി പാലത്തിന് അടിയിൽ വലിയ തോതിൽ അങ്ങനെ ജലം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരത്തെയൊക്കെ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ മാറ്റമുണ്ട്. അതോടൊപ്പം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതും. കൊല്ലത്ത് നിന്ന് ഏതാണ്ട് 17 വള്ളങ്ങൾ, മത്സ്യബന്ധന വള്ളങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ജനങ്ങളെ രക്ഷാസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ഉള്ള വെള്ളപ്പൊക്കത്തിന്റെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ സ്വമേധയാ ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റ് MLA മാരടക്കമുള്ള ജനപ്രതിനിധികളും
വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് വെള്ളപ്പൊക്കം നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുവരെ വിജയിക്കാൻ ഒരു കാരണം. മാത്രവുമല്ല, ഇന്ന് വലിയ തോതിൽ ഈ ഘട്ടത്തിൽ മഴ പെയ്യുന്നുമില്ല. അതും വലിയ ആശ്വാസമായി നിലനിൽക്കുന്നുണ്ട്. രഞ്ജിനി. ശരി വിനോദ്, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യയിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് കൊച്ചിയിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. കൊച്ചിയിൽ നിന്നും വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, എങ്ങനെയാണ് കൊച്ചിയിലെ രാവിലത്തെ ഒരു കാലാവസ്ഥ? കഴിഞ്ഞ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? എറണാകുളത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. മഴ ഇപ്പോഴും ശക്തമായി തന്നെ പെയ്യുകയാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നത് മലയോര മേഖലകളിലാണ്. എന്നാൽ ഇപ്പോൾ മധ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. പെരിയാറിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്നതോടുകൂടി അതൊരു ആശങ്കയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. കാരണം ഇന്നലെ അടക്കം പെരിയാറിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും മൂവാറ്റുപുഴയാറും പെരിയാറും അടക്കം കര കവിഞ്ഞ് ഒഴുകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിലവിൽ 40ഓളം ക്യാമ്പുകളിലായി 1000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ക്യാമ്പുകളുടെ അടക്കം പ്രവർത്തനം നടക്കുന്നത്. ആലുവയിൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് മഴ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അതിതീവ്ര മഴ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് മലയോര മേഖലകളിൽ തന്നെയാണ്. കുട്ടമ്പുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പൂയംകുട്ടി, വാര്യം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകളെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ചാൽ ചപ്പാത്ത് ഏതാണ്ട് 6ഓളം ദിവസമായി വെള്ളം നിറഞ്ഞത് കാരണം അവിടെയുള്ള ആദിവാസികൾക്ക് അവർക്ക് മറ്റ് മേഖലകളിലേക്ക്, ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് മറ്റും പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അവർക്ക് അത്തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും നടപടികളും എടുക്കുന്നതിനും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത്. മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശരി, കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് വിനീത വിജി പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ ജാഗ്രതയിലാണ് സമീപ പ്രദേശങ്ങൾ. അണക്കെട്ട് തുറക്കുന്നതിനാൽ തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് വൈദ്യുത മന്ത്രി എം മണി ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാന ഉപസമിതി അംഗങ്ങൾ ഇന്ന് മുല്ലപ്പെരിയാറിൽ സന്ദർശനം നടത്തും. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ സ്പിൽവേയിലൂടെ ജലം ഒഴുക്കിവിടണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കഴിഞ്ഞ വർഷം 142 അടിയായപ്പോഴാണ് തമിഴ്നാട് വെള്ളം ഒഴുക്കിവിട്ടത്. കേരളത്തിന്റെ ആവശ്യം തമിഴ്നാടിനെ അറിയിച്ചെന്ന് മന്ത്രി എം മണി. ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട അധികാരികൾ തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം. തുറക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടത് അവരാണ്. അവരോട് തുറക്കണമെന്നും തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം തിരിച്ചു കൊണ്ടുപോകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം അണക്കെട്ട് തുറക്കാമെന്ന് തേനി ജില്ലാ ഭരണകൂടം അറിയിച്ചതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും കളക്ടർ. തുറക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പരിസരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. കുറച്ച് ഫാമിലി ഓൾറെഡി മാറി താമസിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഏത് നിമിഷവും മാറാൻ വേണ്ടി തയ്യാറാവാണ്. അതിനുള്ള ക്യാമ്പുകളും മറ്റു സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. നിലവിൽ സെക്കൻഡിൽ 5277 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 2010 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അണക്കെട്ട് തുറന്നാൽ പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ ഭാഗത്തെത്തും. ഇവിടെ നിന്നും ചപ്പാത്ത്, ഉപ്പുതറ മേഖലയിലൂടെ ഒഴുകി ഇടുക്കി അണക്കെട്ടിലേക്ക്. ഇതിൽ പെരിയാറിനോട് ഏറെ താഴ്ന്നു നിൽക്കുന്ന തീരപ്രദേശമായ ചപ്പാത്ത്, ഉപ്പുതറ ഭാഗത്താണ് ഏറെ ഭീഷണി. മുമ്പ് അണക്കെട്ട് തുറന്നപ്പോൾ ഇവിടുത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, 136 അടി പിന്നിട്ടിരിക്കുന്നു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ സമീപ പ്രദേശങ്ങളിലെല്ലാം വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ? രഞ്ജിനി, ഇത് സംബന്ധിച്ച് എല്ലാവിധ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഉപ്പുതറ, ചപ്പാത്ത് ഭാഗങ്ങളിൽ കഴിഞ്ഞ തവണയും വെള്ളം കയറിയിരുന്ന ഒരു പ്രദേശമാണ് ഉപ്പുതറ, ചപ്പാത്ത് മേഖലകളിലെ കടകളിലും വീടുകളിലും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവിടെ ക്യാമ്പുകൾ തുറക്കുന്നതിന് നടപടി സ്വീകരിച്ചിരിക്കുന്നു. വണ്ടിപ്പെരിയാറിലും അതുപോലെ തന്നെ ചപ്പാത്തിലും ക്യാമ്പുകൾ തുറക്കുന്നതിനാണ്
നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്കൂളുകളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു. മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 136 അടിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അണക്കെട്ട് തുറക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരുമായി ഇത്തരത്തിലൊരു സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ വൈദ്യുത വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായി അണക്കെട്ട് തുറക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് അറിയിപ്പ് നൽകും എന്നുള്ളതാണ് തേനി ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണയും 142 അടിയിലേക്ക് എത്തിയ സാഹചര്യത്തിലായിരുന്നു തമിഴ്നാട് അണക്കെട്ട് തുറന്നിരുന്നത് എന്നതും ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി നിൽക്കുന്നത് 142 അടി വരെ ജലനിരപ്പ് തുടരാം എന്നുള്ളതാണ്. ജല കമ്മീഷന്റെ നിർദ്ദേശം 138 എത്തുമ്പോൾ ജലനിരപ്പ് പരമാവധി അത്രയുമേ എത്തിക്കാവുള്ളൂ. ഈ 2 നിർദ്ദേശങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആണ് കഴിഞ്ഞ തവണയും തമിഴ്നാട് 142 അടിയിൽ എത്തിയപ്പോൾ അണക്കെട്ട് തുറന്നുവിട്ടത്. ധനക്ഷയം സംബന്ധമായ വിഷയങ്ങൾ കേരളം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ 142 അടിയിൽ എത്തിയാലും അണക്കെട്ടിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് തെളിയിക്കുക എന്നത് തമിഴ്നാടിന്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജമല പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. 21 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റേതടക്കം 17 മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത്. ഇതിൽ 2 മൃതദേഹം പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രി തന്നെ സംസ്കരിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 43 ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകൾ എന്നിവരാണ് തെരച്ചിൽ നടത്തുന്നത്. തേയിലക്കാടിന്റെ പച്ചപ്പിനടിയിലെ കൊച്ചു സ്വർഗമായിരുന്നു പെട്ടിമുടി. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പാരസ്പര്യം കൊണ്ട് ജീവിത പ്രതിസന്ധികളെ മറികടന്നിരുന്നു. ആ ഗ്രാമമാണ് ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. ഇതായിരുന്നു രാജമല പെട്ടിമുടി ഡിവിഷനിലെ ലയങ്ങൾ. 7 പതിറ്റാണ്ടിലധികമായി ഇല്ലായ്മകളും വല്ലായ്മകളും പരസ്പരം പങ്കുവച്ചിരുന്ന ഒരു പറ്റം തോട്ടം തൊഴിലാളികൾ. തമിഴ് വംശജരായിരുന്നു ഏറെയും. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നിച്ചു നിന്ന് അവർ അതിനെയെല്ലാം അതിജീവിച്ചിരുന്നു. ആ ഗ്രാമമാണ് ഒരു രാവിൽ കുത്തിയൊലിച്ചൊഴുകിയത്. മണ്ണടിഞ്ഞുപോയ ഉറ്റവരെ ഓർത്തുള്ള വിലാപങ്ങൾ ഇനിയും ഇവിടെ അടങ്ങിയിട്ടില്ല. ചതുപ്പും കൂറ്റൻ പാറക്കല്ലുകളും ചിതറിക്കിടക്കുന്ന ചുവന്ന ഭൂമിയിൽ അടിഞ്ഞുപോയവർക്കായുള്ള കാത്തിരിപ്പിന്റെ നൊമ്പരം പെട്ടിമുടിയിൽ ആർത്തലയ്ക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും തകർന്നിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് പെട്ടിമുടി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഓർമ്മചിത്രം മാത്രം. തകർന്നടിഞ്ഞ പെട്ടിമുടിയിലെ ഈ മൺകൂനകൾക്കടിയിൽ നിന്നും ഇനിയും നിരവധി പേരെ കണ്ടെത്തുവാനുണ്ട്. മൺമറഞ്ഞവരുടെ കണ്ണുനീരെന്ന പോണം പെട്ടിമുടിയിൽ തോരാതെ പെയ്യുകയാണ് പേമാരിയും. പെട്ടിമുടിയിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. ദുരന്തത്തിന് 1 വർഷത്തിനിപ്പുറം വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുകയാണ് ഭൂതാനം നിവാസികൾ. വീടും തെങ്ങിൻതോപ്പും മൂടിയ മണ്ണിൽ കൃഷിയിറക്കിയ രായിൻ ഒരു മാതൃകയാണ്. വിധിയെ അതിജീവിക്കുന്ന കവളപ്പാറയിലെ സാധാരണക്കാരുടെ മാതൃക. ഇടിഞ്ഞിറങ്ങിയ മുത്തപ്പൻ കുന്നിന്റെ പ്രവാഹ വഴികൾ ഇലകൾ മൂടാൻ തുടങ്ങി. ദുരന്തം നാടിന്റെ ഹൃദയത്തിൽ തീർത്ത മുറിവുകൾ പുറമേക്കെങ്കിലും ഉണങ്ങിവരികയാണ്. മുളപൊട്ടുന്ന കപ്പയും വാഴയുമൊക്കെ ഇവിടെ ജീവിതത്തിന്റെ പ്രതീകങ്ങളാകുന്നു. രായിനിക്കയുടെ മകന്റെ വീടായിരുന്നു ഇവിടെ. ദുരന്തരാത്രിക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവരെ തന്റെ വീട്ടിലേക്ക് അദ്ദേഹം മാറ്റി. അങ്ങനെ ചെയ്തതുകൊണ്ട് കുടുംബത്തിന് ആളപായമുണ്ടായില്ല. മാറാ വന്ന് പറഞ്ഞു, 2 കുട്ടികളുണ്ട്. രക്ഷപ്പെട്ടു, അതിന്റെ ജീവൻ കിട്ടി. വീട് മുഴുവൻ പോയി. വീടെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു വിട്ടെടുത്തതല്ലാത്ത വേറെ സാധനം എടുക്കാനും കഴിഞ്ഞിട്ടില്ല. എല്ലാം മണ്ണിന്റെ അടിയിൽ. വീടും തെങ്ങിൻ തോപ്പുമെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടമായി. മാസങ്ങൾക്ക് ശേഷമാണ് കൃഷി ഇറക്കിയത്.
ഇവിടെ ഈ വെള്ളം ഈ പുല്ലും കാടും കെട്ടിക്കിടന്നാൽ അതിലൂടെ കുട്ടികളെ തിരിക്കാൻ കഴിയാവില്ല വിചാരിച്ചിട്ട് മുന്നൊന്ന് തെളിച്ചിട്ടത് മാത്രം. അല്ലാതെ ഇപ്പം അതിൽ നിന്ന് ആദായം കിട്ടിയിട്ടൊന്നുമല്ല. ഇതിപ്പോൾ ഒന്നുകൂടി നിരത്തി കിട്ടുകയാണെങ്കിൽ കൃഷി ചെയ്ത് കണ്ട് ഇഞ്ഞിപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പം നമ്മളെ ഭാവിയൊക്കെ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവർക്ക് കുട്ടിയൊക്കെ എന്നാലും കിട്ടിയ മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു സമാധാനം കിട്ടാത്ത നിലയാണ്. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം നൽകുന്ന സന്ദേശം ഏറെ വലുതാണ്. തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള മനുഷ്യന്റെ പരിശ്രമവും ത്വരയുമാണ് ഇവിടെ മണ്ണിൽ നട്ടിരിക്കുന്നത്. അത് തളിർക്കുക തന്നെ ചെയ്യും, ജീവിതം പോലെ. ആശങ്കകൾ ഒഴിഞ്ഞിട്ടല്ല, പക്ഷേ ജീവിതം വീണ്ടും കവളപ്പാറക്കാർ കരുപിടിപ്പിച്ചു തുടങ്ങി എന്നതിന്റെ ഉദാഹരണമാണ് എനിക്ക് പിന്നിലെ ഈ കാഴ്ചകൾ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന്. കാലവർഷക്കെടുതി ചർച്ച ചെയ്യാനാണ് യോഗം. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 11:30-ക്കാണ് യോഗം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് ഇത്തവണയും ഉണ്ടായത്. വിമാന ദുരന്തത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പരിശോധന കരിപ്പൂരിൽ ഇന്നും തുടരും. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സും വോയിസ് റെക്കോർഡറുകളുടെയും പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. അതേസമയം ചികിത്സയിലുള്ള കൂടുതൽ പേർ ഇന്ന് ആശുപത്രി വിട്ടേക്കുമെന്നാണ് സൂചന. അപകടത്തിൽ പരിക്കേറ്റ 14 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് നിർത്തിവെക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനം. ഇത് സംബന്ധിച്ച് കരിപ്പൂർ വിമാനത്താവളം അധികൃതർക്ക് DGCA അടിയന്തര നിർദ്ദേശം നൽകി. വലിയ വിമാന സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസിനും കത്ത് നൽകിയിട്ടുണ്ട്. നിർത്തിവെച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് ഏറെക്കാലത്തിന് ശേഷം അടുത്തിടെയാണ് കരിപ്പൂരിൽ പുനരാരംഭിച്ചത്. കരിപ്പൂർ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ തീരുമാനം. വലിയ വിമാനങ്ങളുടെ സർവീസ് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് കരിപ്പൂർ എയർപോർട്ട് ഡയറക്ടർക്ക് DGCA ഡെപ്യൂട്ടി ഡയറക്ടർ DG സുനിൽകുമാറാണ് നിർദ്ദേശം നൽകിയത്. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 2015-ൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തിയിരുന്നു. പിന്നീട് റൺവേ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുകയും നീളം 6000 അടിയിൽ നിന്ന് 9000 ആക്കുകയും ചെയ്തു. പ്രവാസി സംഘടനകളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് 2018-ൽ വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. ഈ അനുമതിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് അനുമതി റദ്ദാക്കിയതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ DGCA ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അപകടമുണ്ടായത് എയർ ഇന്ത്യയുടെ ചെറുവിമാനവുമാണ്. വലിയ വിമാനങ്ങൾ റദ്ദാക്കിയത് കരിപ്പൂർ വിമാനത്താവളത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സൗദിയിലേക്ക് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കയറ്റുമതിയെയും ഇത് സാരമായി ബാധിക്കും. അതേസമയം കരിപ്പൂർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യോമയാന മന്ത്രാലയ സംഘം ഇന്നും കരിപ്പൂരിൽ പരിശോധന തുടരും. എയർ ഇന്ത്യയുടെ മുംബൈയിൽ നിന്നുള്ള സംഘവും സ്ഥലത്ത് തുടരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ലോകത്ത് കോവിഡ് ബാധിതർ 2 കോടി കടന്നു. 1/2 കോടിയിലധികം രോഗികളും അമേരിക്കയിലാണ്. ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും രോഗബാധിതർ 1/2 കോടി കടന്നു. യൂറോപ്പിൽ 1/4 കോടിയിലധികമാണ് രോഗബാധിതർ. 7,33,000-ത്തിലധികം പേർക്കാണ് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത്. അമേരിക്കയിലും ബ്രസീലിലും സ്ഥിതിയിൽ മാറ്റമില്ല. യൂറോപ്പിൽ സ്പെയിനിനു പുറമെ ബ്രിട്ടനും ഫ്രാൻസും 2ാം ഘട്ട രോഗവ്യാപനത്തിലേക്ക് കടന്നു. സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപനം കുറയുന്നില്ല. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 1211-ൽ 1026 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് തന്നെയാണ് രോഗികൾ കൂടുതൽ. ഇന്നലെ തിരുവനന്തപുരത്ത് 281 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് സാഹചര്യം സങ്കീർണവുമായി തുടരുകയാണ് എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ജില്ലാ കോടതി താൽക്കാലികമായി അടച്ചു. തീരദേശ മേഖലയിൽ കോവിഡ് അനിയന്ത്രിതമായി പടരുകയാണ്. അഞ്ചുതെങ്ങിൽ ഇന്ന് കൂടുതൽ പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പുല്ലുവിളയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മലപ്പുറം ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം കൂടുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 170-ൽ 147 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്. അതിൽ 25 പേരുടെ ഉറവിടം വ്യക്തവുമല്ല. മലപ്പുറത്തും പരിസര പ്രദേശത്തുമായി രോഗം സ്ഥിരീകരിച്ചത് 22 പേർക്ക്. പരപ്പനങ്ങാടി മേഖലയിൽ 18 പോസിറ്റീവ് കേസുകൾ. കൊണ്ടോട്ടിയിലും കോട്ടപ്പുറം പ്രദേശങ്ങളിലുമായി 16 പേർക്കും കോട്ടക്കൽ മേഖലയിൽ 11 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മമ്പാട്, തിരുവാലി, പുലാമന്തോൾ എന്നിവിടങ്ങളിലും കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. ജില്ലയുടെ വിവിധ മേഖലകളിൽ ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നത് ആശങ്ക പരത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിലുമേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം.
പെരിന്തൽമണ്ണ MES ആർട്സ് കോളേജിൽ 120 കിടക്കകളും 12 പേർക്കുള്ള തീവ്ര പരിചരണ വിഭാഗവും 2 ദിവസത്തിനകം പ്രവർത്തന സജ്ജമാകും. EMS നഴ്സിംഗ് ഹോസ്റ്റൽ 100 കിടക്കകളുള്ള കോവിഡ് ആശുപത്രിയായി മാറിയിട്ടുണ്ട്. നിലമ്പൂർ IGMR ഹോസ്റ്റലും ഈ തരത്തിലേക്ക് മാറ്റും. അതേസമയം ജില്ലയിലെ നിറമരുതൂർ പഞ്ചായത്തിലെ 16-17 വാർഡുകളും കോട്ടക്കൽ നഗരസഭ പൂർണ്ണമായും ഹോട്ട്സ്പോട്ടുകളായി. കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി നഗരസഭ, പുളിക്കൽ, പള്ളിക്കൽ ഒഴികെയുള്ള പഞ്ചായത്തുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. ന്യൂസ് 18 മലപ്പുറം. ന്യൂസ് 18 പരമ്പര തുടരുന്നു. കൈവിടരുത് മാലാഖമാരെ. ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതിനിടയിൽ മാതൃകയാവുകയാണ് ആലപ്പുഴ തകഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. രോഗിക്ക് ആരോഗ്യ പ്രവർത്തകരുമായി നേരിട്ട് സമ്പർക്കമില്ലാതെയാണ് ഇവിടുത്തെ ചികിത്സ. ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആദ്യമായി ഫ്രണ്ട് ഓഫീസിലേക്കാണ് എത്തേണ്ടത്. അവിടെ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചാലുടൻ രോഗികൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക വഴിയിലൂടെ ഡോക്ടറെ കാണാൻ OPയിലെത്തണം. ഡോക്ടറും രോഗിയും തമ്മിൽ വായു സമ്പർക്കം ഉണ്ടാക്കാത്ത വിധത്തിൽ ഗ്ലാസ് പാർട്ടീഷനുള്ള കിയോസ്കുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് രോഗിയെ പരിശോധിക്കുന്നതിനും കിയോസ്കിലെ ഫിക്സഡ് ഗ്ലാസിലൂടെ രോഗിയെ ആവശ്യമെങ്കിൽ തൊട്ട് പരിശോധിക്കാനും കഴിയും. ഡോക്ടർക്കും രോഗിക്കും പരസ്പരം സംസാരിക്കുന്നതിനായി ഇരുവശത്തും മൈക്കും സ്പീക്കറും. രോഗിക്ക് മരുന്ന് കുറിച്ച് നൽകുന്നത് കമ്പ്യൂട്ടർ വഴി. ഫാർമസിയിൽ 3 മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പിലൂടെ രോഗിയുടെ മുന്നിലിരിക്കുന്ന ബാസ്ക്കറ്റിലേക്ക് മരുന്നും OP ചീട്ടുമെത്തും. സാധാരണ രോഗികളെല്ലാം തന്നെ ഇപ്പോൾ ഫോൺ ചെയ്ത് പറയാം എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ, അവിടെ വലിയ രോഗിയും വന്നാലോ എന്നുള്ള സംശയം. അപ്പോൾ ഈ അവരുടെ ഒരു പേടി കണക്കെടുത്ത് ഞങ്ങളൊന്ന് HMCയിൽ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരു ആവശ്യമുണ്ടായിരുന്നു. അതായത് അപ്പോൾ രോഗികൾക്ക് പേടിയില്ലാതെ കയറുക, പേടി മാത്രമല്ല അവർക്ക് അസുഖം വരത്തില്ല എന്നുള്ള നമുക്ക് ഉറപ്പും കൊടുക്കുക. കിയോസ്കുകൾ വഴിയാണ് രക്തമെടുക്കുന്നതും. പരിശോധനാ ഫലം ഡോക്ടറുടെ മൊബൈലിലേക്കും രോഗിയുടെ മൊബൈലിലേക്കും അയക്കും. മൊബൈൽ ഇല്ലാത്തവരുടെ റിസൾട്ട് ഫ്രണ്ട് ഓഫീസിലേക്ക് എത്തും. ജീവനക്കാർക്ക് അവരവരുടെ മുറികളിലേക്ക് പോകുന്നതിന് പ്രത്യേകം വഴികളുമുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷയിൽ എറണാകുളം NIA കോടതി ഇന്ന് വിധി പറയും. പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിദേശത്തും വൻ സ്വാധീനമുള്ളതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് NIAയുടെ ആവശ്യം. UAPA കേസ് നിലനിൽക്കില്ല എന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയായ സ്ഥിതിക്ക് ജാമ്യം അനുവദിക്കണമെന്നുമാണ് സ്വപ്നയുടെ വാദം. കേസിന്റെ അന്തിമവാദം നടന്നപ്പോൾ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുമായി പരിചയമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ടെന്നും NIA കോടതിയിൽ അഭിപ്രായപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. യൂറോപ്യൻ രാജ്യമായ ബെലാറസിൽ ജനകീയ പ്രതിഷേധം. ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോ 80% വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ ജനം തെരുവിലിറങ്ങി. തലസ്ഥാനമായ മീൻസ്കിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ നിരവധി പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി സ്വാറ്റ്ലാന ടിഖാനോവാസ്കയ ആരോപിച്ചു. ബെലാറസിൽ 26 വർഷമായി ലുകാഷെങ്കോ അധികാരത്തിൽ തുടരുകയാണ്. രാമായണശീലകളുടെ കർക്കിടകം. യുദ്ധം ജയിച്ചു നിൽക്കുന്ന ശത്രുഘ്നനെയാണ് കണ്ണൂർ പായം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. സന്തോഷഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചോദിക്കുന്നതെല്ലാം നൽകുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രം സമീപകാലത്താണ് പുനർനിർമ്മിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എട്ട് നൂറ്റാണ്ട് മുൻപുള്ള ഒരു ജീവിതത്തിന്റെ കഥയാണ് പായം ക്ഷേത്രം പറയുന്നത്. ആ വിശ്വാസത്തിന്റെ അടയാളമാണ് തൊട്ടടുത്തുള്ള വാണിയപ്പൊയിൽ. പായത്തെ അമ്പലത്തിലെ ഉത്സവത്തിനായി വാണിഭം നടന്ന ഇടം. ഇരിട്ടി പേരാവൂർ വഴിയിൽ കാടമുണ്ടയിലാണ് ക്ഷേത്രം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം
സകലാഭീഷ്ടസാധകം. ലങ്കയിലെ യുദ്ധം ജയിച്ചു വന്ന ശേഷമുള്ള ശത്രുഘ്നൻ എന്നാണ് സങ്കല്പം. പൂർണ്ണ സന്തോഷവാനായ ഭഗവാൻ. ചോദിക്കുന്നവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ആ ഭാവത്തിലാണ് പ്രതിഷ്ഠ. 800 വർഷം മുൻപ് ഇവിടെ ആരാധന നടന്നിരുന്നു എന്നാണ് വിശ്വാസം. 3 വട്ടം പുനഃപ്രതിഷ്ഠ നടന്നു. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥിക്കേട്ടിടുകിലർത്ഥവാനായി. തകർന്നടിഞ്ഞു കടന്ന ഒരു ക്ഷേത്രമായിരുന്നു പായം മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം. 800 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പൗരാണികമായി പറയപ്പെടുന്നത്. ദീർഘകാലം വിസ്മൃതിയിലായിരുന്നു പായം ക്ഷേത്രം എന്നു പറയാം. മഹാവിഷ്ണുവിൻ്റെയും ശത്രുഘ്നൻ്റെയും സങ്കല്പത്തിലാണ് പൂജ. സുദർശന ചക്ര സമർപ്പണമാണ് പ്രധാന വഴിപാട്. ഇവിടുത്തെ മൂർത്തി എന്ന് പറയുന്നത്, ശത്രുഘ്ന ഭഗവാൻ എന്ന് പറയുന്നത്, യുദ്ധം ജയിച്ച് വന്ന് നിൽക്കുന്ന, സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തിയെ പോലെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആ സമയത്ത് നാട്ടിലുള്ള അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ആര് വന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നൽകുന്ന രീതിയിലുള്ള ഒരു ഭഗവാനാണ്. നാട്ടുകാരുടെ കൂട്ടായ്മ കഴിഞ്ഞ വർഷമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. നാലമ്പല ദർശനത്തിന് വിപുലമായ തയ്യാറെടുപ്പുകൾ ആലോചിച്ചിരുന്നെങ്കിലും ഇത്തവണ മഹാമാരിയിൽ എല്ലായിടത്തുമെന്ന പോലെ ഇവിടെയും മുടങ്ങി. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ.